ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ മംസ് ഡെയിലി. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു സൂപ്പർ സ്നാക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ്. വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു സ്നാക്കാണ്. ഇത് കാണുമ്പോൾ നമുക്ക് പരിപ്പ് വട എന്നൊക്കെ തോന്നും, എന്നത് പരിപ്പ് വടയൊന്നും അല്ല. നമ്മുടെ വീട്ടിലൊക്കെ എപ്പോഴും ഉണ്ടാവുന്ന ചെറുപയർ വെച്ചിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഹെൽത്തി ആയിട്ടുള്ള നല്ല ചൂട് കട്ടൻ ചായക്കൊപ്പം കഴിക്കാൻ പറ്റുന്ന ഒരു എരിയൻ പലഹാരമാണ്. അപ്പോൾ നമുക്ക് നോക്കാം ഇതെങ്ങനെയാണ് ഉണ്ടാക്കാമെന്ന്. അപ്പോൾ അതിനായിട്ട് ഒരു ബൗൾ എടുക്കുക. ഇതിനകത്തോട്ട് ഞാൻ 1 കപ്പ് ചെറുപയറാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇതൊന്ന് കഴുകി നമുക്ക് വൃത്തിയാക്കി വരണം. അപ്പോൾ ഞാൻ ആദ്യം ഇതൊന്ന് കഴുകി വൃത്തിയാക്കിയിട്ട് ഇതൊന്ന് വെള്ളത്തിൽ കുതിർത്ത് വെക്കാനാണ് പോകുന്നത്. അപ്പോൾ അതാ ഞാൻ കഴുകിയൊക്കെ വൃത്തിയാക്കി കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊരു 3 മണിക്കൂറെങ്കിലും മിനിമം ഒന്ന് കുതിർത്ത് വെച്ചെന്നാൽ നല്ലതാണ്. നമുക്കിത് മിക്സിയിൽ അടിച്ചെടുക്കേണ്ടതുണ്ട്. അപ്പോൾ 3 മണിക്കൂർ കഴിഞ്ഞിട്ട് നോക്കാം. അപ്പോൾ അതവിടെ 3 മണിക്കൂറൊക്കെ കഴിഞ്ഞു. ഈ ഒരു ചെറുപയറൊക്കെ നന്നായിട്ട് കുതിർന്ന് നന്നായിട്ട് വീർത്തൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇതാണ് പരുവം. ഇനി നമുക്ക് ഇതിലത്തെ വെള്ളം എല്ലാം തന്നെ ഊറ്റിക്കളയണം. നമുക്ക് ഈ ചെറുപയർ മാത്രം മതിയാവും. അപ്പോൾ ഞാൻ ഇതിലത്തെ വെള്ളമൊക്കെ ഒന്ന് ഊറ്റിക്കളയുന്നുണ്ട്. അതിനുശേഷം ഇതുപോലെ ഒരു മിക്സി എടുത്തിട്ടുണ്ട്. മിക്സിയുടെ വലിയ ജാറാണ് എടുത്തിരിക്കുന്നത്. ഈ 1 കപ്പ് ചെറുപയർ ഈ ഒരു ജാറിനകത്ത് കൊള്ളും. അപ്പോൾ ഞാൻ അതുകൊണ്ട് നമ്മൾ ഊറ്റി വെച്ചിരിക്കുന്ന ചെറുപയറെല്ലാം ഈ ഒരു മിക്സി ജാറിനകത്തോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. കൂടെ ഇതിൻ്റെ കൂടെ കുറച്ച് കാര്യങ്ങൾ ചേർക്കാനുണ്ട് മസാലയ്ക്കൊക്കെ വേണ്ടിയിട്ട്. അപ്പോൾ ആദ്യം ഈ ചെറുപയറൊക്കെ ഒന്ന് വെള്ളമൊന്നും ഇല്ലാതെ വെള്ളമൊക്കെ മാറ്റി ഞാൻ ഇതിനകത്ത് ഇട്ട് കൊടുക്കുന്നുണ്ട്. കൂടെ ഈ ഒരു വലിപ്പത്തിലുള്ള ഇഞ്ചിയുടെ കഷ്ണമാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. പിന്നെ ചേർക്കുന്നത് പച്ചമുളകാണ്. ഞാനിവിടെ 3 പച്ചമുളക് എടുത്തിട്ടുണ്ട്. ഇത് വലിയ എരിവില്ലാത്ത പച്ചമുളക് ആയതുകൊണ്ടാണ് 3 എണ്ണം എടുത്തത്. നിങ്ങളുടെ കയ്യിൽ ഒരെണ്ണം മാത്രം എരിവുള്ളതുണ്ടെന്നുണ്ടെങ്കിൽ അത്രയും ചേർത്താൽ മതി. അപ്പോൾ അതൊക്കെ ഓരോ എരിവിനനുസരിച്ച് പച്ചമുളക് ചേർക്കുക. പിന്നെ ചേർക്കുന്നത് 1/2 ടീസ്പൂൺ ചെറിയ ജീരകം, നല്ല ജീരകം ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു സ്പെഷ്യൽ ഇൻഗ്രീഡിയൻ്റ് ആണ് ചേർക്കുന്നത്. ഒരു 1/4 ടീസ്പൂൺ പെരും ജീരകം അല്ലെങ്കിൽ വലിയ ജീരകം. അതാണ് ഇതിനൊരു ഫ്ലേവർ കൊടുക്കുന്നത് കേട്ടോ. ഈ ഒരു വടയ്ക്ക് ഒരു ഫ്ലേവർ കൊടുക്കുന്നത് ഈ കാണുന്ന പെരുംജീരകമാണ്. അപ്പോൾ അതൊരു 1/4 ടീസ്പൂൺ കൂടെ ചേർത്തിട്ടുണ്ട്. ഇനി ഒട്ടും തന്നെ വെള്ളം വേണ്ട. ഇങ്ങനെ തന്നെ നമുക്ക് മിക്സിയിലൊന്ന് അരച്ചെടുത്തിട്ട് വരണം. അരച്ചെടുക്കാന്ന് പറയുമ്പോൾ ഒത്തിരി പേസ്റ്റ് പോലെ എടുക്കരുത്. ഈ ഒരു കണക്കിന് നമുക്ക് പൾസ് മോഡ് നിങ്ങളുടെ മിക്സിക്കകത്ത് ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു 6-7 തവണ ഒന്ന് പൾസ് മോഡിലൊന്ന് അടിച്ചു കഴിഞ്ഞെന്നാൽ കറക്റ്റ് നമുക്ക് ഈ ഒരു പരുവത്തിനാവും. ഇത് കണ്ടോ, ഇതിൻ്റെ കോഴ്സ് ഇത് ഒരു എന്താ പറയുക, ഇതൊരു പേസ്റ്റ് പോലെയല്ല. ഇച്ചിരി അവിടെ ഇവിടെയൊക്കെ ഇങ്ങനെ കെടുക്കുന്ന രീതിയിൽ, കടിക്കാൻ കിട്ടുന്ന രീതിയിലാണ് നമ്മൾ അടിച്ചെടുക്കുന്നത്. അതെന്തുകൊണ്ട് അത് വളരെ പേസ്റ്റായി പോയി കഴിഞ്ഞാൽ നമുക്ക് ഒട്ടും തന്നെ വടയുടെ ആ ഒരു രീതിക്ക് നമുക്കിത് പിടിക്കാൻ പറ്റത്തില്ല. അപ്പോൾ അത് ഞാൻ കാണിക്കാം, അതെങ്ങനെയാണെന്ന് ഞാൻ പറയാം. അപ്പോൾ അതിന് മുൻപ് നമ്മൾ അരച്ചെടുത്തിട്ടുള്ള ഈ ഒരു മിക്സ് ഞാൻ ഒരു ബൗളിനകത്തോട്ടൊന്ന് മാറ്റി വയ്ക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ മിക്സി ഇരിക്കുന്നത്. അപ്പോൾ ഈ ഒരു പരുവായതുകൊണ്ട് തന്നെ ഞാൻ കയ്യിലിപ്പോൾ കണ്ടോ, എണ്ണയോ വെള്ളമോ ഒന്നും ഞാൻ വെള്ളമൊന്നും എടുത്തിട്ടില്ല. ഞാൻ ജസ്റ്റ് ഒന്ന് കയ്യിലൊന്ന് ഉരുട്ടിയെടുക്കുമ്പോഴത്തേക്കും കണ്ടോ, ഒട്ടിയൊന്നും പിടിക്കാതെ നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിനകത്തോട്ട് ഇതൊന്ന് മാറ്റിയെടുക്കാൻ പറ്റും. അപ്പോൾ അതുകൊണ്ടാണ് ഇത് ഒത്തിരി ഈ ഒരു രീതിക്ക് മാത്രം അരച്ചെടുത്താൽ മതി എന്ന് പറയുന്നത്. അപ്പോൾ ഇനി ഇതിനകത്തോട്ട് കുറച്ചും കൂടെ കാര്യങ്ങൾ ചേർക്കുന്നുണ്ട്. ഞാനൊരു 2 ടേബിൾ സ്പൂൺ സവോള അത് ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കുക. ഇനി ഉള്ളിയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉള്ളിയും ചേർത്ത് കൊടുക്കാം, ചെറിയ ഉള്ളി. പിന്നെ ചേർക്കുന്നത് മല്ലിയിലയാണ്. ഞാൻ അത് ചെറുതായിട്ട് അരിഞ്ഞത് കുനുകുനാന്ന് അരിഞ്ഞത് ചേർക്കുന്നുണ്ട്. മല്ലിയിലയുടെ ഫ്ലേവർ ഇഷ്ടമില്ലാത്തവർക്കാണെന്നുണ്ടെങ്കിൽ കറിവേപ്പില ചേർത്ത് കൊടുക്കാം, അതും ഒന്ന് അരിഞ്ഞിട്ട് ചേർത്ത് കൊടുക്കുക. പിന്നെ 1/2 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറാണ് ചേർത്ത് കൊടുക്കുന്നത്. അതുകൊണ്ട് മധുരമല്ല, വലിയ എരിവൊന്നുമില്ല. പക്ഷേ കളറിനൊക്കെ ഒരു നല്ലൊരു കളറ് കിട്ടും ചെയ്യും. അതുകൊണ്ട് കാശ്മീരി ചില്ലി പൗഡറും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾ ഇതുവരെ ഉപ്പൊന്നും ചേർത്തിട്ടില്ലായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഞാനിപ്പോൾ ഒരു 1/4 ടീസ്പൂൺ ഉപ്പ് ചേർക്കുന്നുണ്ട്. എന്നിട്ട് നന്നായി മിക്സ് ചെയ്യാം. അതിനുശേഷം കുറവുണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് കൂടുതൽ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതാ കൈ വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇനി ഈ ഒരു ഇതിനകത്തോട്ട് നിങ്ങൾക്ക് ഗരം മസാലപ്പൊടി ആഡ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഒരു 1/4 ടീസ്പൂൺ ഗരം മസാലപ്പൊടിയും കൂടെ ചേർത്ത് കഴിഞ്ഞാൽ ഒരു നല്ലൊരു മസാലവട ഒരു ടേസ്റ്റിലോട്ട് വരും കേട്ടോ, നല്ല ഇരിയനായിട്ടൊക്കെ വരും. പക്ഷെ ഞാനിവിടെ മസാലപ്പൊടി ചേർക്കുന്നില്ല, ഗരം മസാല ചേർക്കുന്നില്ല. കാരണം ഞാൻ ഇതിനകത്ത് പെരുംജീരകം ചേർത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് തന്നെ ഒരു മസാലയുടെ ഫ്ലേവർ നമുക്ക് കിട്ടും. അപ്പോൾ ഇനി നമുക്കതാ നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ മിക്സ് ചെയ്ത് കഴിഞ്ഞ് ഞാൻ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കി കഴിഞ്ഞപ്പോഴത്തേക്കും ഉപ്പ് ഇച്ചിരി കുറവാണ്. അപ്പോൾ ഞാനൊരു 1/4 ടീസ്പൂൺ കൂടി ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ്. ഇനി നമുക്കിത് ഒട്ടും തന്നെ വെള്ളം ചേർക്കരുത്, അത് പ്രത്യേകം ശ്രദ്ധിക്കുക. നമുക്ക് വെള്ളം ചേർക്കേണ്ട കാര്യമേ ഇല്ല. ഈ ഒരു ചെറുപയറിനകത്തുള്ള വെള്ളം തന്നെ നമുക്ക് ധാരാളം മതിയാവും. ഇനി നമുക്കിത് ഇഷ്ടമുള്ള ഷേപ്പ്
ഷേപ്പിനകത്തോട്ട് ഒന്ന് ഉരുട്ടിയെടുക്കുക എന്നുള്ളതാണ്. അപ്പം ഞാൻ ഇന്നിവിടെ ഒരു കട്ട്ലേറ്റ് ഒക്കെ പോലെ അല്ലെങ്കിൽ ഒരു വട പോലെ ഒത്തിരി അങ്ങ് കനം കുറയ്ക്കുന്നില്ല, അത്യാവശ്യം കട്ടിയിലാണ് ഞാൻ എടുക്കുന്നത്. കാരണം ഇതൊരു 4 മണി പലഹാരമായിട്ടല്ല ഞാൻ കൊടുക്കുന്നത്. ഞാൻ ഇവർക്ക് ഇന്ന് ചോറിന് സൈഡായിട്ട് ഒരു കട്ട്ലേറ്റ് ഒക്കെ പോലെ നമ്മൾ ആണ് കൊടുക്കുന്നത്. അപ്പോൾ അവർക്ക് ഇഷ്ടമാണ് ചോറിനൊപ്പം കഴിക്കാനൊക്കെ. അപ്പോൾ ഈ ചെറുപയർ തീരെ സാധാരണ രീതിയിൽ ചെറുപയർ കഴിക്കാനൊക്കെ കുഞ്ഞുങ്ങൾക്ക് മടിയായിരിക്കും. അപ്പോൾ അങ്ങനത്തെ കുഞ്ഞുങ്ങൾക്കൊക്കെ അല്ലെങ്കിൽ അങ്ങനത്തെ ആളുകൾക്കൊക്കെ നമുക്ക് ഇതുപോലെ സ്നാക്ക് ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ അവർ കഴിച്ചോളും ചെയ്യും. നമുക്ക് പ്രത്യേകിച്ച് ചോറിൻ്റെ കൂടെയും അല്ലെങ്കിൽ ഒരു സൈഡ് ഐറ്റം അല്ലെങ്കിൽ ഒരു ചായയുടെ കൂടെയൊക്കെ നമുക്ക് കഴിക്കാൻ പറ്റുന്ന ഒരു സ്നാക്കാണ് കേട്ടോ. അപ്പോൾ എന്താണെങ്കിലും കയ്യിൽ അല്പം വെള്ളം ഒന്ന് നനയ്ക്കുക, എന്നിട്ട് ഇഷ്ടമുള്ള ഷേപ്പിലോട്ട് മാറ്റുക. ഇത് തന്നെ നമുക്ക് വടയുടെ പോലെ നടുക്കിലൊരു ചെറിയൊരു നമ്മുടെ തള്ളവിരൽ വെച്ചിട്ട് നടുക്കൊരു കുഴി കുത്തി കഴിഞ്ഞാൽ ഇതൊരു വടയുടെ ഷേപ്പിനകത്തും കിട്ടും. ഇനി നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇത്രയും കട്ടിയായിട്ട് എടുക്കേണ്ട കാര്യമൊന്നുമില്ല, നന്നായിട്ടൊന്ന് അമർത്തി കൊടുത്താൽ അത് നല്ലൊരു പരിപ്പ് വടയുടെ ഒക്കെ ആ ഒരു ഷേപ്പിനകത്ത് എടുക്കണം എന്നുണ്ടെങ്കിൽ അങ്ങനെയും എടുക്കാം. അപ്പോൾ എന്താണെങ്കിലും ഞാനിത് ആ ഒരു രീതിക്ക് കൊണ്ടുവരാം. എന്നിട്ട് ഞാൻ പറയാം എത്ര എണ്ണം എനിക്ക് ഈ ഒരു കപ്പിൽ നിന്ന് കിട്ടിയെന്നുള്ളതും കൂടെ ഞാൻ പറയാം. എനിക്കിവിടെ ഒരു 14-15 എണ്ണമാണ് നമുക്കിവിടെ ഈ ഒരു കപ്പ് ചെറുപയറിൽ നിന്ന് കിട്ടിയിട്ടുള്ളത്. ഇനി ഇതൊന്ന് വറുത്തെടുക്കുക എന്നുള്ളതാണ്. അതിനായിട്ട് ഒരു പാൻ അടുപ്പത്ത് വയ്ക്കുക. ഞാൻ ഒഴിച്ച എണ്ണ ഇച്ചിരി, ഞാനിവിടെ വെളിച്ചെണ്ണയാണ് ഉപയോഗിക്കുന്നത്. വെളിച്ചെണ്ണ ഒഴിച്ചത് ഇച്ചിരി കുറഞ്ഞു പോയി കേട്ടോ, അപ്പോൾ അതുകൊണ്ട് ഞാൻ കുറച്ചും കൂടെ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇനി നമുക്ക് വെളിച്ചെണ്ണ നന്നായിട്ടൊന്ന് ചൂടാവട്ടെ. ചൂടായതിനു ശേഷം മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വേണം നമ്മുടെ ഈ ഒരു ചെറുപയറിൻ്റെ ഒരു സ്നാക്ക് ഇട്ട് കൊടുക്കാം, വറുക്കാൻ വേണ്ടിയിട്ട് ഇട്ട് കൊടുക്കാനായിട്ട്. ഇപ്പോൾ ഇവിടെ നന്നായിട്ട് എണ്ണ ചൂടായിട്ട് ഞാൻ ഫ്ലെയിം മീഡിയം ഫ്ലെയിമിലോട്ട് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യാനുള്ളത് ഇത് ഇട്ട് കൊടുക്കുക എന്നുള്ളതാണ്. അപ്പം ഞാൻ ആദ്യം ഒരെണ്ണം ഇട്ട് കാണിക്കാം, അതിനുശേഷം പിന്നെ പാത്രത്തിൻ്റെ വലുപ്പം അനുസരിച്ച് നമുക്ക് കൂടുതൽ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതിൻ്റെ നിറമൊക്കെ ഒരു നല്ലൊരു പരിപ്പ് വടയൊക്കെ ഒരു കളറിലോട്ട് വരും. അതുവരെ നമുക്ക് തിരിച്ചു മറിച്ചൊക്കെ ഇട്ടിട്ട് ഇതൊന്ന് വറുത്തെടുക്കാം. അങ്ങനെ നമ്മുടെ നിറയൊക്കെ മാറി നല്ല പരിപ്പ് വടയുടെ ആ ഒരു കളറിലോട്ട് വന്നിട്ടുണ്ട്. കണ്ടില്ലേ, ഇങ്ങനെയാണ് നമ്മുടെ ഈ ഒരു വട ഇരിക്കുന്നത്, ചെറുപയർ വട എന്നൊക്കെ പറയാം. അപ്പോൾ അതൊന്ന് പാത്രത്തിലോട്ട് മാറ്റി വെച്ച് ഇനി ഞാൻ ബാക്കിയുള്ളതും ഇതുപോലെ പാത്രത്തിൻ്റെ വലിപ്പത്തിനനുസരിച്ച് നമുക്ക് 5, 6, 7 എത്രയാണെന്ന് വെച്ചൊക്കെ ഇട്ട് കൊടുത്തൊന്ന് വറുത്തെടുക്കാം കേട്ടോ. അങ്ങനെ നമ്മുടെ എല്ലാ വടകളും ഞാനിവിടെ വറുത്തെടുത്തിട്ടുണ്ട്. നമുക്കിതൊരു സെർവിങ് പ്ലേറ്റിനകത്തോട്ടൊന്ന് മാറ്റി വയ്ക്കാം. പിന്നെ ഒരു ഭംഗിക്കൊക്കെ വേണ്ടിയിട്ട് എപ്പോഴും എൻ്റെ വീഡിയോ കാണുന്നവർക്ക് മനസ്സിലാവും, എന്തെങ്കിലുമൊക്കെ നമുക്ക് ഒരു ഫോട്ടോ എടുക്കാനൊക്കെ ഒരു ഭംഗിക്ക് വേണ്ടി അല്പം മല്ലിയില ഞാൻ മേലെ ഇടുന്നുണ്ട്. അതിന് പകരം നിങ്ങൾക്ക് കറിവേപ്പില വെച്ചിട്ടും ഇതൊന്ന് ഡെക്കറേറ്റ് ചെയ്ത് നമുക്ക് ഗസ്റ്റൊക്കെ വരുമ്പോൾ സെർവ് ചെയ്യാവുന്നതാണ്. അപ്പം ഞാൻ എന്തായാലും മല്ലിയില കുറച്ചൊക്കെ അവിടെ ഇവിടെയൊക്കെ ഇടുന്നുണ്ട്. അങ്ങനെ ചെറുപയർ കൊണ്ടുള്ള അടിപൊളി സ്നാക്ക് ഇവിടെ റെഡിയാണ്. ഇത് നമുക്ക് ചെറുപയർ വെച്ചിട്ടല്ല, നമുക്ക് കടല വെച്ചിട്ടും അല്ലെങ്കിൽ വെള്ളക്കടല വെച്ചിട്ടും കറിക്കടല വെച്ചിട്ടും ഒക്കെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. നമ്മുടെ വീട്ടിലുള്ള പയറുവർഗ്ഗങ്ങളൊക്കെ വെച്ചിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു സൂപ്പർ സ്നാക്കാണ്. അപ്പം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും നിങ്ങൾക്ക്. എന്താണെങ്കിലും ഇതിൻ്റെ അകം എങ്ങനെ ഇരിക്കുന്നത് എന്നുള്ളത് കാണണ്ടേ. പുറമേയൊക്കെ നല്ല ക്രിസ്പിയാണ്. നമ്മൾ ഇതിനകത്ത് അരിപ്പൊടിയോ അങ്ങനെ ഒന്നും ചേർത്തിട്ടില്ല, ഒരു ക്രിസ്പിനെസ് കിട്ടാൻ വേണ്ടിയിട്ട്. അതാണെന്നുണ്ട് നല്ല ടേസ്റ്റി ആയിട്ട് നല്ല മസാലവട, ശരിക്കും ഒരു മസാലവട കഴിക്കുന്നത് പോലെ തന്നെയാണ്. വളരെ ഹെൽത്തിയാണ്. പിന്നെ ഇതിനകത്ത് ഇടയ്ക്ക് പരിപ്പൊക്കെ കഴിക്കാൻ കിട്ടുന്നതൊക്കെ ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്തിട്ട് എങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ളൊരു അഭിപ്രായം അറിയിക്കുക. അതുപോലെ നമ്മുടെ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നത് എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പം നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് ഉടനെ കാണാം. അൻറ്റിൽ ദെൻ ബൈ.